ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. ഒരു ഉച്ച വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ്. അതന്നെ ഇങ്ങനൊരു വീഡിയോ ചുമ്മാ ഒന്ന് എടുത്താലോ എന്ന് തോന്നിയത് തന്നെ കുറച്ച് വൈകിട്ടാണ്. ഒരു 9 മണി 9:30 ഒക്കെ ആവുന്ന സമയത്ത് റാഷ് ചായ കുടിക്കാൻ വരും. അങ്ങനെ റാഷ് ചായ കുടിക്കാൻ വന്ന് ഞങ്ങൾ രണ്ടുപേരും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് റാഷ് പിന്നെ തിരിച്ച് ഡ്യൂട്ടിക്ക് പോയി. ഇന്നാണെങ്കിൽ വ്യാഴാഴ്ചയാണ്. ഇന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. ഡേ ഇൻ മൈ ലൈഫിൽ ഉൾപ്പെടുത്താനുള്ള പണിയൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനായിട്ട് ചെറിയൊരു മടി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ചായ കുടിച്ച് റാശി പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ അക്വേറിയത്തിൻ്റെ ലൈറ്റൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് കൊടുത്തു. ഇതാണ് കേട്ടോ നമ്മളെ മീനുകൾ. നമുക്ക് 3 ടാങ്ക് ഉണ്ട്. ഏഞ്ചലിൻ്റെയും ഗപ്പിയുടെയും പിന്നെ നമ്മുടെ ചെമ്മീൻ്റെയും. പിന്നെ അതായത് കണ്ടില്ലേ, ഇത് മധുരക്കിഴങ്ങില്ലേ, മധുരക്കിഴങ്ങ് വെച്ച് കൊടുത്തിട്ട് പടർന്നിട്ടുള്ളതാണ്. ഇത് നമ്മൾ അത്യാവശ്യം വലുതായപ്പോൾ വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെയും പടർന്നതാണ് കേട്ടോ. അത് ഒരുപാട് വെറൈറ്റി ഗപ്പികളുണ്ട് കേട്ടോ നമ്മളതിൽ. അതുപോലെ തന്നെ നീല, ചുവപ്പ്, മഞ്ഞ അങ്ങനെ പല കളറിൽ ചെമ്മീനും ഉണ്ട്. പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന നേരത്ത് ഒന്നിനും ഇവിടെ കാണാനില്ല. ഈ ഷ്രിമ്പിൻ്റെ ടാങ്കും അതുപോലെ നമ്മളെ പ്ലാന്റ് ടാങ്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്ക്. ഇതിപ്പോൾ നമ്മൾ ഷ്രിമ്പിൻ്റെ ടാങ്കിൽ ക്യൂക്കമ്പറാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ക്യാരറ്റ് വേവിച്ചിട്ട് അതും ഇട്ട് കൊടുക്കും. അത് ഇറ്റുങ്ങൾ വന്നിരുന്ന് തിന്നും. ഇനിയിപ്പോൾ ഇതായി ടേബിളൊക്കെ ഒന്ന് ആദ്യം ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ച്. എല്ലാ ദിവസമൊന്നും തുടയ്ക്കാറൊന്നുമില്ല കേട്ടോ. വ്യാഴാഴ്ച തുടക്കും, പിന്നെ ഇട ദിവസം ഏതെങ്കിലും ഒരു ദിവസം തുടക്കും. ബാക്കിയുള്ള ദിവസമൊക്കെ വെറുതെ ഇങ്ങനെ അടിച്ചു വാരി ഇടുള്ളൂ. കാരണം ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ അങ്ങനെ കച്ചറാവൊന്നുമില്ലല്ലോ. പിന്നെ ആ സ്പ്രേ ബോട്ടിൽ ഞാൻ കുറച്ച് വെള്ളം കുറച്ച് കംഫർട്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാണ് ഒന്ന് തുടച്ചെടുക്കുന്നത്. രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് മേശൊന്നും തുടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആദ്യം തന്നെ ചെയ്ത്. പിന്നെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ നമ്മൾ ചോറും ആക്കും. രാവിലെ റാഷ് ചായ കുടിക്കാൻ വരുന്ന സമയത്ത് ഞാൻ ചോറും കൊടുത്തയക്കും. റാഷ്ക്ക് കൂടുതൽ ഇഷ്ടം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലിരുന്ന് കഴിക്കാനാണ്. വേറെ ഒന്നുമില്ല, ഞാൻ രാവിലെ എനിക്ക് എല്ലാം ആക്കണ്ടേന്ന് പറഞ്ഞിട്ട് എന്നോട് പറയും വൈകിട്ട് വീട്ടിലൊന്ന് കഴിക്കാൻ മിക്ക ദിവസവും പറയും. പക്ഷേ ചോറ് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാമല്ലോ. അപ്പം നമുക്കൊരു സമാധാനം ഇരിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ രാവിലെ ചായ കുടിക്കാൻ വരുമ്പോൾ തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡും കൊടുത്തയക്കും. പിന്നെ റാഷ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിലെത്തും കേട്ടോ. വെളുപ്പിന് 5:45 ഡ്യൂട്ടിക്ക് പോകും. പിന്നെ ഒരു 9 മണി 9:30 ആകുമ്പോൾ ചായ കുടിക്കാൻ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ 3:45 ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരും. അങ്ങനെയാണ്. അതാരണം ബോറടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാൻ നിൽക്കും. പിന്നെ എനിക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അപ്പോഴത്തേനും റാഷ് ഡ്യൂട്ടി കഴിഞ്ഞ് വരും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ പുറത്തിറങ്ങും. പിന്നെ നമ്മൾ ഉറക്കം വരാറാകുമ്പോഴാണ് തിരിച്ച് വീട്ടിൽ കയറാം. വ്യാഴാഴ്ച എന്നുണ്ടെങ്കിൽ 2:30 2:45 അപ്പോൾ ആകുമ്പോഴത്തേനും ഡ്യൂട്ടി കഴിഞ്ഞ് എത്തും. അപ്പോൾ നമ്മൾ ഈത്തപ്പഴം ഇട്ട് വെച്ചിരുന്ന പാത്രം ഞാനൊന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ വെള്ളമൊക്കെ ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് തുടച്ചിങ്ങാനിട്ട് ഈത്തപ്പഴം ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫ്രിഡ്ജിലല്ല വെക്കാറ്, പുറത്താണ് ഇതുപോലെ പാത്രത്തിലാക്കിയിട്ട് വെക്കാറ്. നമ്മൾ കൂടുതലായിട്ടും അജുവട ഈത്തപ്പഴം തന്നെയാണ് കേട്ടോ വാങ്ങാറുള്ളത്. മറ്റ് ഈത്തപ്പഴത്തിനേക്കാളും ഒന്നും കൂടെ കഴിക്കാൻ നമുക്ക് ഇഷ്ടം ഈ അജുവട ഈത്തപ്പഴമാണ്. അപ്പോൾ അതങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ അത്തിപ്പഴല്ലേ അതും കൂടെ ഒരു പാത്രത്തിൽ ഇട്ടേക്കണം. അപ്പോൾ ഈ ഈത്തപ്പഴം ഇട്ട് വെച്ച അതേപോലത്തെ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ അത്തിപ്പഴം ഇട്ട് വെച്ചിരുന്നത്. പക്ഷെ ആ പാത്രം കഴുകിയിട്ട് ഇങ്ങനെ വെച്ചതിൻ്റെ ഇടയിൽ എൻ്റെ ഒന്ന് നിലത്ത് വീണങ്ങാനിട്ട് പൊട്ടി. അന്ന് തന്നെയാണ് ആ പൊട്ടിയത്. ഞാൻ ഇതൊക്കെ പാത്രത്തിലാക്കി വെക്കണം അന്ന് തന്നെയാണ് പൊട്ടിയത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മൾ കോൺഫ്ലെക്സ് ഒരു ത്രിക്കോളം ആ ഒരു പാത്രത്തിലുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ഒരു വലിയ പാത്രത്തിൽ ഈ അത്തിപ്പഴം ആക്കി വെച്ച്. പിന്നതായ ഒരു പംകിൻ സീഡില്ലേ, നമ്മുടെ മത്തങ്ങയുടെ കുരു, അതും ഇതുപോലൊരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട്.
അപ്പോൾ അത് ഇടുന്നതിൻ്റെ ഇടയിൽ കുറച്ചിങ്ങനെ പുറത്തേക്ക് പോയി, ഞാനത് മുറിച്ച് കൊടുത്തത് ശരിയായില്ല. പിന്നെ ഒന്നും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതും അതിനകത്തേക്ക് നിറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, അതെല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കവറൊക്കെ എടുത്ത് കളയാത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ ചോറും അയച്ചിട്ടായിരുന്നു. അപ്പം ഇന്ന് ഷെസ്വാൻ ഫ്രൈഡ് റൈസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് മാത്രമായിട്ടാണ് ഉണ്ടാക്കിയത്. രാത്രി നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് മാത്രമായിട്ട് അത് ഉണ്ടാക്കി വെച്ചു. ഇനിയിപ്പോൾ ഞാൻ എന്താ ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിങ്ങാനിട്ട് നേരെ കഴുകാനിടും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ അതിനകത്ത് കൂടുതൽ ഉൾപ്പെടുത്താനായിട്ടൊന്നുമില്ല. നമുക്കിവിടെ അങ്ങനെ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലല്ലോ, അതൊന്നാമത്തെ കാര്യം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രി ആയിരിക്കും കൂടുതലും ഈ പുറത്തിറങ്ങുന്നതും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പം ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ പുറത്തുള്ള വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ബ്ലോഗുകൾ കൂടുതലായിട്ട് ഇടാൻ നോക്കാം. ബീച്ചിലൊക്കെ പോണ വീഡിയോ, ബീച്ചിൽ വെച്ചുള്ള കുക്കിങ്ങും ഗ്രില്ല് ചെയ്യുന്നതും, അതുപോലെ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ പാർക്കുകളുണ്ട് നമുക്ക് നടന്ന് കാണാൻ. പിന്നെ ഞാൻ മുമ്പ് ആൽക്കോർ സൂ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് വൈകുന്നേരമാണ് ഇട്ടത്. അതുകൊണ്ട് അവിടുത്തെ കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് ഇവിടെ നമുക്ക് പകൽ പോയിട്ട് കാണാനുള്ളത്. കാലാവസ്ഥ കുറച്ച് മോശമായതുകൊണ്ടാണ് നമ്മൾ അതൊന്നും എടുക്കാണ്ടിരുന്നത്. കാരണം ചൂട്ടത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കത്തിക്കരിഞ്ഞു പോകും, അങ്ങനത്തെ ചൂടായിരുന്നു. ഇപ്പം കാലാവസ്ഥ നല്ല കാലാവസ്ഥയാവുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല തണുവായിരിക്കുള്ളൂ. അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു വെക്കേഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇവിടുത്തെ കൂടുതൽ വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ രാവിലെ അലക്കാനിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തുങ്ങാനിട്ട് നേരെ വിരിക്കാനിട്ടിട്ടുണ്ട്. രാവിലെ റാശി ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5:45 ആകുമ്പോൾ പോകും. അത് കഴിയുമ്പോൾ ഞാൻ പിന്നെയും കിടന്നുറങ്ങും. എന്നിട്ട് പിന്നെ ഒരു 7:30 8 മണി ആ നേരം ആകുമ്പോഴാണ് എണീക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായയും ചോറൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികളാണ്. പിന്നെ ഫുള്ള് ഫ്രീ ആണ്. പിന്നെ 3 മണിയാകുമ്പോഴത്തേനും റാശി വരും. ഇതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിഗ് ബോസൊക്കെ കാണാനിരിക്കും. പിന്നെ എനിക്ക് ക്ലാസ് ഉണ്ടാവും, നോട്ട്സ് എഴുതാനുണ്ടാവും, അങ്ങനെയൊക്കെ ആയിട്ടിരിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് പണി. അപ്പം മെഷീനിലുണ്ടായിരുന്ന തുണികളൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചവിട്ടിയും അതുപോലെ ആ സ്ലേവും ആ വാഷ് ബേസിൻ്റെ ആ ഭാഗമൊക്കെ തുടക്കണം, ആ തുണീൻ്റെ അതൊക്കെ ഒന്ന് അലക്കാനിട്ടിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് ഒന്ന് തുടയ്ക്കണം. ഞാൻ ആദ്യം തന്നെ അവിടെ നിലത്തുള്ളതൊക്കെ എടുത്ത് ഞാനിട്ടൊന്ന് കട്ടിലുമ്മക്ക് എടുത്ത് വയ്ക്കണേ. അപ്പോൾ യോഗ മാറ്റും അതുപോലെ തന്നെ മെഷീനും അവിടെ നിലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മെഷീൻ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എനിക്ക് തയ്ക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ ഈ ഒരു മെഷീനുണ്ട്. ഇത് ഭയങ്കര സുഖമാട്ടോ. ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോഴാണ് കുഞ്ഞായിട്ട് തോന്നുന്നത്. നല്ല വെയിറ്റുള്ള അത്യാവശ്യം നല്ല വലിയ മെഷീൻ. ഇതും എല്ലാ സ്റ്റിച്ചും ഉണ്ട്. ഈ മെഷീൻ്റെ കമ്പനി വന്നിട്ട് ബ്രദറാണ് കേട്ടോ. ആ ഒരു കമ്പനിയുടെ മെഷീനാണിത്. അടിപൊളി മെഷീനാണ് കേട്ടോ. ഈ തയ്ക്കാൻ അറിയാത്തവർക്കും ഈസി ആയിട്ട് ഇതുമ്മ തയ്യൽ പഠിക്കാൻ പറ്റും. ഇതുമ്മ എംബ്രോയ്ഡറി മാത്രമല്ല എല്ലാ വക സ്റ്റിച്ചിങ്ങും ഇതുമ്മലുണ്ട്. ബട്ടൺ വെക്കുന്നതും ലോക്ക് ചെയ്യുന്നതും എല്ലാം ഉണ്ട് അതുമ്മേ. അപ്പം ഞാൻ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എടുത്തിങ്ങാട്ട് ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത് തന്നെ ആ മെഷീൻ എപ്പോഴും അവിടെ അടിയിൽ തന്നെ വെക്കും. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഒന്ന് ഇനി അടിച്ചു വാരിങ്ങാട്ട് ഒന്ന് തുടയ്ക്കണം. ചില ദിവസങ്ങളിൽ രാത്രി ഞങ്ങൾ കോർണിഷിൽ ചൂണ്ടയിടാൻ പോവാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ 2 ചൂണ്ടകളാണ് ആ കാണുന്നത്. എനിക്ക് കാര്യമായിട്ട് മീനൊന്നും കിട്ടാറില്ല, കാര്യമായിട്ടൊന്നല്ല ഒട്ടും കിട്ടാറില്ല, ചുമ്മാ ഇങ്ങനെ ഒരു ഷോ മാത്രം. പക്ഷെ റാശിക്ക് നല്ലോണം കിട്ടാറുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയിട്ട് കുറേ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ട് ഇടാം കേട്ടോ. മീനൊക്കെ നമ്മൾ മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ കിട്ടിയ മീനുകളൊക്കെ കൂടെ ഉള്ളത് ഞാനൊരു ഷോർട്ട്സ് ആക്കിയിട്ടിടാം. അപ്പം ഇതൊരു അടിപൊളി വില്ലാണ്. എന്താ നമുക്ക് നല്ല ഒരു നീറ്റായിട്ടുള്ളൊരു വില്ലയാണ്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ കൃഷി ചെയ്യാനുള്ള ഒരു സൗകര്യമില്ല. അതായത് നമുക്ക് മുറ്റമില്ല. മറ്റേതിൽ നമുക്ക് മുറ്റമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ കുറച്ച് നല്ല വില്ലയിലേക്ക് മാറിയതാണ്. അപ്പോൾ ഇവിടെ മുറ്റമില്ല, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം കൃഷിയും കാര്യങ്ങളൊന്നുമില്ല. ഈ കൃഷിയിലൊക്കെ മെയിനായിട്ട് ഇൻട്രസ്റ്റ് എടുത്തിരുന്നത് റാശിയാണ് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കുറച്ച് അധികം ഇങ്ങനെ റൂമിൽ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളതിൽ മണി പ്ലാന്റും ഉണ്ട്, പിന്നെ വേറെ 2 ചെടികളുണ്ട്. അതിൻ്റെ പേര് എനിക്കറിയില്ല.
അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അത് ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് വാങ്ങിയതാണ്. അപ്പം അത് വേറെ ചട്ടിയിലേക്ക് മാറ്റണമൊക്കെ ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ട്. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഒപ്പം തുടയും കഴിഞ്ഞ് അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇതുപോലെ എയർ ഫ്രഷ്നറില്ലേ അതൊന്നും ഇങ്ങനെ മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കും കേട്ടോ. ഇപ്പം ഞാൻ ഈ കാണിച്ചതില്ലേ ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ എല്ലാ സൈഡിലും കുറേശ്ശെ ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആയിരിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ നേരെ പോയി കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ലൊഹർ നിസ്കരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കും. ഇവിടെ 11:21 ആ ഒരു സമയത്താണ് ലൊഹർ ബാങ്ക് കൊടുക്കുന്നത്. ഞാനിപ്പോൾ തുടച്ച് കഴിഞ്ഞപ്പോഴത്തേനും ലൊഹർ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിലെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റായി. ഈ കിച്ചൺ ഭയങ്കര ഇഷ്ടമായിട്ട് ഇതുപോലെ നീറ്റായിട്ട് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഈ ഒരു ഫ്രൈഡ് റൈസ് അടിപൊളിയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് വേറെ കറിയൊന്നും വേണ്ട. അപ്പം ഞാൻ ഒരു ക്യുക്കമ്പറിൻ്റെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട്. ഇത് കുറച്ച് സ്പൈസിയാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഞങ്ങളിപ്പോൾ കുറച്ചായിട്ട് കുറച്ച് ചോറും കുറേ കറികളുമാണ് കഴിക്കുന്നത്. ചോറിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ക്യൂക്കമ്പറിൻ്റെ സാലഡ്. അപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ആണ് കേട്ടോ. ഞാൻ ബിഗ് ബോസിൻ്റെ എല്ലാ സീസണും കാണാറുണ്ട്. ഇപ്രാവശ്യത്തെ അങ്ങനെ വലിയ ഇഷ്ടമായിട്ടില്ല, എന്നാലും കാണാറുണ്ട് കേട്ടോ. അങ്ങനെ അതും കണ്ടുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് ഇനിയിപ്പോൾ അതാ ഞാൻ കുറച്ച് നേരം അളിയൻസ് ഇല്ലേ അതാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും മാത്രം ഞാൻ കാണാറുള്ളൂ, അളിയൻസും പിന്നെ ബിഗ് ബോസും. ഇത് കാണും ചില നേരത്തെ എനിക്ക് കുറേ എഴുതാനുണ്ടാവും. അപ്പം ഞാൻ അതിന് കുത്തിയിരിക്കും കേട്ടോ. റാഷ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ വെളുപ്പിന് പോണതല്ലേ, അപ്പോൾ വന്നിട്ട് കുറച്ച് നേരം ഉറങ്ങും. കറക്റ്റ് 1 മണിക്കൂർ ഉറങ്ങുള്ളൂ. അപ്പം ഞാനും ഇപ്പം ആ ഒരു സമയത്താണ് ഉറങ്ങാറുള്ളത്. അപ്പം ഞാൻ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വ്ളോഗ് എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയുടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ.